ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ക്രീൻ അഡിക്ഷൻ അവരിൽ ഉണ്ടാക്കിയെടുത്തത് തന്നെ നമ്മളാണ്. ഇക്കാലത്ത് എല്ലാവരും ബിസിയാണ്. മദേഴ്സ് അവരുടെ വീട്ടു ജോലി, ഫാദേഴ്സ് ഓഫീസ് ജോബ്, വർക്ക് ഫ്രം ഹോം, ഗ്രാൻഡ് മദേഴ്സ് പോലും മൊബൈൽ, കൃഷി, പലതരം കാര്യങ്ങൾ. ഇതുകൊണ്ടുണ്ടായത് കുട്ടികൾ വീണ്ടും വീണ്ടും ബുക്സിൽ നിന്ന് മാറി, ഫാമിലിയിൽ നിന്ന് മാറി, മൊബൈൽ അല്ലെങ്കിൽ ടി വിയിലേക്ക് അഡിക്റ്റഡ് ആയി മാറി. ആ ഫാമിലി ബോണ്ടിങ്, ഫാമിലി ടൈം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇപ്പം ഇല്ലാതെ. ഇതെല്ലാം ഒന്ന് റിവേഴ്സ് ചെയ്യാൻ നമ്മൾ കഴിയുന്നത്ര വീണ്ടും ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് സമയമെങ്കിലും ഫാമിലി ടൈം ഉണ്ടാക്കിയെടുക്കണം. എല്ലാവരും കൂടെ ചേർന്നിരുന്ന അന്താക്ഷരി, ദംഷറാസ്, ബോർഡ് ഗെയിംസ്, മോണോപോളി, അങ്ങനെ പണ്ട് കളിച്ചിരുന്ന പലതരം ഗെയിംസ് നമ്മൾ വീണ്ടും കളിക്കാൻ നോക്കണം. ഡെയിലി കുറച്ച് സമയമെങ്കിലും വെറുതെ ഇരുന്ന് ചിറ്റ്ചാറ്റ് ചെയ്യാൻ നോക്കണം. പ്രത്യേകിച്ചും ഒരു കുട്ടി അഡോളസെന്റ് അല്ലെങ്കിൽ ടീനേജ് ഏജ് അപ്രോച്ച് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ കുറേശ്ശെ അവരുടെ ആ ഒരു ഫ്രണ്ട് ലെവലിൽ അപ്രോച്ച് ചെയ്യാൻ നോക്കണം. അതിലുണ്ടാകുന്ന ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ അവരവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ഫൺ ടൈം, അവരുടെ ഓരോ ഫിയർ, പ്രോബ്ലംസ് എല്ലാം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ അവരോട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി, നോൺ ജഡ്ജ്മെന്റലായി അവരോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നതോറും അവർക്കും നാച്ചുറലി ആ കോൺഫിഡൻസ് വരും. എന്ത് തന്നെ പ്രോബ്ലം നേരിടേണ്ടി വരുമ്പോഴും നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. ആൻഡ് ഇത് ഇക്കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങൾ ആണ് അവരുടെ സോൾ വെൽ വിഷർ. വേറെ ആര് എന്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളോളം ഒക്കില്ല.